ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് ക്യാൻസർ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല, ബാധിക്കില്ല. അപ്പോൾ റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ വേണം, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ കൺസൾട്ടേഷൻ പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ എന്തായിരിക്കും ആൻഡ് ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? ഓവറോൾ എനർജി നിങ്ങളുടെ 3 of Wands. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി? പേഴ്സൻ്റെ ഓവറോൾ എനർജി ആണ് 3 of Pentacles. എന്താണ് നിങ്ങളെ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ? കറന്റ് സിറ്റുവേഷൻ Wheel of Fortune. പാസ്റ്റില് Ace of Swords. കറന്റ് ഫീലിങ്സ് നിങ്ങളുടെ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 6 of Swords. ഈ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രെങ്ത്. ഇന്റൻഷൻ ഇവിടെ 5 of Cups. ഈ പേഴ്സൻ്റെ ഇന്റൻഷൻ ഹെർമിറ്റ്. ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങളുടെ 8 of Cups. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ King of Wands. എന്താണ് ഔട്ട്കം? ഔട്ട്കം ആണ് ഈ കാർഡ്. അപ്പോൾ ക്യാൻസർ ഇവിടെ 3 of Wands ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 3 of Wands ഒരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണോ, കാര്യങ്ങൾ ശരിയാവും, എല്ലാം വർക്കൗട്ട് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഹോപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്. അതല്ല വെച്ചാൽ നിങ്ങൾ എന്തോ പ്രതീക്ഷിക്കണോ, ഇവരെന്നെ മെസ്സേജ് ചെയ്യും, ഈ പേഴ്സൺ എന്നെ കോൾ ചെയ്യും, അങ്ങനത്തെ എന്തോ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇവിടെ Ace of Cups വന്നിരിക്കണോ? അപ്പോൾ ഇവിടെ ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എവിടെയോ നിങ്ങൾ അത് എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു. അത് ഇവിടെ ഒരു ഓഫർ വരും, ഇല്ലേച്ച നിങ്ങളായിരിക്കും ഈ ഓഫർ കൊണ്ടുപോകുന്നുണ്ടാവുക. ഈ പേഴ്സണ് നിങ്ങളുടെ ഭാഗത്തുനിന്നായിരിക്കും ഈ ഓഫർ ഉണ്ടാവുക. നിങ്ങൾ വെയിറ്റ് ചെയ്യണോ, അത് ആ ശരിയായ സമയത്ത് ഞാൻ ഇവരോട് എൻ്റെ ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയും. ഇവിടെ കുറേ സ്റ്റെബിലിറ്റി കാണാണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറേ സമയം എടുത്തിട്ടാണ്, എല്ലാം ആലോചിച്ചിട്ട് നല്ലപോലെ ആലോചിച്ചിട്ടാണ് നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കാൻ പോണത്. ഞാൻ ഇവിടെ കാണുന്നത് ഈ പേഴ്സൻ്റെ എനർജിയിൽ 3 of Pentacles ആണ്. അപ്പോൾ 3 of Pentacles എഫേർട്ട് ഇടണ എനർജിയാണ്. പക്ഷേ ചില സമയത്ത് 3 of Pentacles ഒരു തേർഡ് പാർട്ടി ആവാം. യെസ്, Knight of Wands. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഈ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത എനർജിയാണ് ഞാൻ കാണുന്നത്. എന്താ വെച്ചാൽ Knight of Wands ഒരു പ്ലെയർ എനർജിയാണ്. ഇവരുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ ആൾക്കാരുണ്ടാവും. എംപ്രസ് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ എംപ്രസ് എനർജി ഒരു ഡിവൈൻ എനർജിയാണ്. എന്ന് വെച്ചാൽ അവർ കുറേ ആൾക്കാരെ അവരുടെ അടുത്ത് അവർക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്. ചിലവർക്ക് ഇവർ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. ഓക്കെ, ഓൾറെഡി മാരീഡ്, കുട്ടികളുണ്ടാവും, അങ്ങനത്തെ ഒരു പേഴ്സണും ആവാം. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ ഇതൊരു ഡെസ്റ്റിനി കാർഡാണ് വീൽ ഓഫ് ഫോർച്യൂൺ. എവിടെയോ നിങ്ങൾ രണ്ടാളും എപ്പോഴും ഒരു സെപ്പറേഷൻ ഉണ്ടായാലും ആദ്യം എങ്ങനെയൊക്കെയോ നിങ്ങൾ റീകണക്ട് ചെയ്യും. അപ്പോൾ ഇതെവിടെയോ നിങ്ങൾക്കൊരു ഡെസ്റ്റിൻഡ് എനർജി മാതിരി തോന്നുന്നുണ്ട്. അത് ഈ പേഴ്സൺ എൻ്റെ ലൈഫിൽ ഡെസ്റ്റിൻഡ് ആണെന്ന്. നിങ്ങൾ കുറേ പ്രാവശ്യമായി ഇങ്ങനെ സെപ്പറേറ്റ് ആവണു, പിന്നെ ആദ്യം റീകണക്ട് ചെയ്യും, പിന്നെ ആദ്യം സെപ്പറേറ്റ് ആവും. അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ, മൂന്നുണ്ട്. അപ്പോൾ കുറേ ഹിഡൻ ഫീലിങ്സ് ഉണ്ട് ഇവിടെ, കുറേ സീക്രട്ട് ഫീലിങ്സ് ഉണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവരെ കുറിച്ച് അറിയില്ല, അവർക്ക് നിങ്ങളെ കുറിച്ച് അറിയില്ല. അപ്പോൾ കുറേ ഹിഡൻ കാര്യങ്ങളുണ്ട് ഇവിടെ, ക്ലാരിറ്റി ഇല്ല. പാസ്റ്റില് Ace of Swords. പാസ്റ്റില് ഞാൻ എന്തോ ഒരു പുതിയ തുടക്കം ഇവിടെ കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നു,
ഇവിടെ ഞാനൊരു പാഷൻ്റെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ മേ ബി പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളും റീകണക്ട് ചെയ്തപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അത് ഇതൊരു കാഷ്വൽ റിലേഷൻഷിപ്പാണ്, ഇതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പാണ്. പക്ഷെ ഇവിടെ ഇമോഷണൽ കാര്യങ്ങളൊന്നും നിങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ഇവരുടെ ഭാഗത്തുനിന്ന് കമ്മിറ്റ്മെന്റ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനെ വിട്ടു പോകണം, മുമ്പോട്ടേക്ക് പോകണം. നിങ്ങൾക്ക് ലൈഫിൽ സ്റ്റെബിലിറ്റി വേണം, പീസ് ഓഫ് മൈൻഡ് വേണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഒട്ടും ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത മാതിരി ഒരു ഫീലിംഗ് ആണ്. പക്ഷെ കുറെ റെസ്റ്റ്ലെസ് എനർജി ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കൂടെ സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം എന്നുണ്ട്, ഇവരുടെ അടുത്തേക്ക് പോകണം എന്നുണ്ട്, മുമ്പോട്ടേക്ക് പോകണം എന്നുണ്ട്. ഈ പേഴ്സന്റെ ഫീലിങ്സ് സ്ട്രെങ്ത് ആണ്. അപ്പൊ അവർക്കും അറിയാം അത് ഈ സിറ്റുവേഷനിൽ അവർക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്ന്. പക്ഷെ അവർക്ക് ആ ധൈര്യമില്ല. ഈ സമയത്ത് അവരും അവരുടെ ഫീലിങ്സ് ഒന്നും തുറന്നു പറയാൻ വേണ്ടിയിട്ട് റെഡിയല്ല. 5 ഓഫ് കപ്സ്, നിങ്ങളുടെ ഇന്റൻഷൻ ഇവിടെ 5 ഓഫ് കപ്സ് ആണ്. എവിടെയോ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട് അത് ഇതൊരു ലോസ് ആയി പോകും, പറഞ്ഞാൽ ഇത് ശരിയാവില്ല, വർക്ക് ആവില്ല. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു റിഗ്രറ്റ് ഉണ്ട്, അത് ഇത് എനിക്ക് ചെയ്യായിരുന്നു, നമ്മൾക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ പാസ്റ്റിന്റെ നിങ്ങൾ ഓർത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമമുണ്ട്. അപ്പൊ ഈ സമയത്ത് ഞാൻ കാണുന്നത് നിങ്ങൾ എന്താ വേണ്ടെന്ന് അറിയാത്തൊരു സ്ഥിതിയിലാണ്. ഇവിടെ ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. ഇവർക്ക് വേണ്ടിയിട്ട് കുറെ പാഷൻ ഉണ്ട്. ഈ പേഴ്സന്റെ ഇന്റൻഷൻ ഹെർമിറ്റ് ആണ്. ഇവര് ഈ സെപ്പറേഷനിൽ അവർക്ക് കുറച്ചുകൂടി സമയം എടുക്കും ഈ സെപ്പറേഷനിൽ പുറത്തു വരാൻ. ബട്ട് അവരുടെ സൈഡിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരിയാണ് അവർ ബിഹേവ് ചെയ്യണത്. ഞാൻ കാണുന്നത് അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ഇൻട്രസ്റ്റ് ഇല്ല, പറഞ്ഞ ആക്ഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ നിങ്ങൾ കുറെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ശരിയാവാത്ത സ്ഥിതിയിൽ ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് വാക്ക് അവേ ചെയ്യും. ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ സെപ്പറേറ്റ് ആവാനാണ് തീരുമാനിക്കണത്. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഈ പേഴ്സൺ ഒട്ടും കോഓപ്പറേറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ആയിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കണേ. അപ്പോഴേക്കും ഈ പേഴ്സന്റെ എനർജിയിൽ കിങ് ഓഫ് വോൺസ് ആണ്. അപ്പൊ ഇവര് അപ്പോ ആണ് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. എന്താ വെച്ചാൽ അവർക്ക് മനസ്സിലായിരിക്കണോ അത് നിങ്ങളെ ഇപ്പൊ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല. 2 ഓഫ് പെന്റിക്കിൾസ്, അവര് ബാലൻസ് ചെയ്യാൻ നോക്കണു. നിങ്ങളും വേറൊരു പേഴ്സൺ ഉണ്ട് വെച്ചാൽ അവരെയും ബാലൻസ് ചെയ്യണു. ഇവിടെ 9 ഓഫ് വോൺസ് ആണ്. കുറെ പേടിയുണ്ട് അവരുടെ മനസ്സിൽ, എന്തായിരിക്കും ഫ്യൂച്ചർ അറിയില്ല. ഇവിടെ ഒരു ചോയ്സ് കാണാണ്ട് രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ഈ പേഴ്സണെ അവർക്കായിരിക്കും ചൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ പാഷന്റെ എനർജി കാണാണ്ട് റൊമാൻസിന്റെ എനർജി ഉണ്ട്. ഈ സിറ്റുവേഷനിൽ കുറെ റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു റീകൺസിലിയേഷൻ കാണുന്നുണ്ട്, ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ട്, പക്ഷെ കുറെ നെഗറ്റീവ് എനർജീസും ഉണ്ട്. ഓക്കെ, അപ്പോ ഇത് ഒരു ഈസി റിലേഷൻഷിപ്പ് ആവില്ല. എന്താ വെച്ചാൽ വേറെ ആൾക്കാർ ഇതിൽ കുറെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ ഈ പേഴ്സന്റെ തോട്ട്സ്? ഐ റിഗ്രറ്റ് ലൈങ് ടു യു. I wonder if you are happy without me. It's time for me to heal now. അപ്പോൾ ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് കുറെ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ സൈൻസ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.